അരുൺ, മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ സണ്ണി ജോസഫ് നാളെ സ്ഥാനമേൽക്കുകയാണ്. അപ്പോൾ കെ സുധാകരൻ ചുമതല കൈമാറും. കൂടെ പുതിയ നേതൃനിരയും നാളെ അധികാരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിലൊരു അടിമുടി, ഒരു പുതിയൊരു യുഗം പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു ഏറെ വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള, ഏറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും ഇപ്പോൾ പുതിയൊരു നേതൃനിര എത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഇപ്പോൾ BJP സംബന്ധിച്ച് ചന്ദ്രശേഖർ എത്തിയതുപോലെ തന്നെ ഇപ്പോൾ സണ്ണി ജോസഫ് KPCCയെ നയിക്കാൻ എത്തുന്നു. അതുപോലെ തന്നെ UDFനെ നയിക്കാനായിട്ട് അടൂർ പ്രകാശൊക്കെ എത്തുമ്പോൾ പ്രധാനപ്പെട്ട മുന്നിലുള്ള ഇനിയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഇരുവരെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ 2026 നിയമസഭ, അതുപോലെ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, ഇത് രണ്ടും തന്നെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും. അത് തന്നെയാണ് അവർ അങ്ങനെ ഒരു പദ്ധതി ഇട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വേഗം ഒരു പുതിയൊരു നേതൃനിരയെ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് ഇപ്പോൾ സണ്ണി ജോസഫിന് അത്തരത്തിലൊരു പുതിയൊരു ഒരു ഉദ്യമം നൽകിയിരിക്കുകയാണ്. അതെന്തായാലും ഏറ്റവും ഭംഗിയോടുകൂടി നിറവേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സണ്ണി ജോസഫ് ആ പദവി ഏറ്റെടുക്കാൻ പോകുന്നത്. നാളെയാണ് അദ്ദേഹം പദവി ചുമതല ഏൽക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിൽ അടിമുടി ഒരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. കാരണം പുതിയ നേതൃനിര എത്തുമ്പോൾ എന്തൊക്കെയാണ് പുതുതായിട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുക? കഴിഞ്ഞ കാലങ്ങളിലുള്ളത് ഒരു വീഴ്ചയായിട്ടൊന്നും കാണുന്നില്ല. കാരണം കെ സുധാകരൻ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും ഒട്ടേറെ കോൺഗ്രസിനെ മുന്നോട്ട് വരാൻ സാധിച്ചു. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എണ്ണിപ്പറഞ്ഞ കെ സുധാകരൻ അവിടെ ആ ഒരു നേതൃനിരയെ പലപ്പോഴും വെല്ലുവിളി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും കെ സുധാകരൻ പക്ഷം ഈ ഒരു സ്ഥാനമാറ്റം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഈ നേതൃനിരയിൽ ഇനിയൊരു പുനഃസംഘടന ആവശ്യമില്ലാത്ത തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള റോഷി പാൽ ആണ് ആദ്യമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ തന്നെ ഹൈക്കമാൻഡും എത്തിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വർക്കിംഗ് പ്രസിഡന്റുമാരായി ഷാഫി പറമ്പിൽ വരുന്നു, PC വിഷ്ണുനാഥ് വരുന്നു. തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടായി തന്നെയായിരിക്കും ഈ ഒരു നിയമനമെന്ന് നമ്മൾ മനസ്സിലാക്കാം. മാത്രമല്ല, കൂടുതൽ ചെറുപ്പമാവുകയാണ് പാർട്ടി, അല്ലേ? ഇപ്പോൾ ഈ യുവജനങ്ങളിലേക്കൊക്കെ എത്താൻ, അത്തരമൊരു രാഷ്ട്രീയം പറയാൻ ഈ ഷാഫിയും PC പോലുള്ള ഒരു യുവാക്കൾ കൂടി വേണമെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അടിമുടി പല രീതിയിൽ ഈ യുവജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനപ്പുറം പല തലത്തിലുള്ള വെല്ലുവിളികൾ ഏറെക്കാലമായിട്ട് കോൺഗ്രസ് നേരിടുന്നു. പ്രത്യേകിച്ചും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാ നേതാക്കളും അണികളും ഒരുമിച്ച് മുൻപന്തിയിൽ വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയെ കൊണ്ടുവരുന്നത്. അതിലൊക്കെ പല മാറ്റങ്ങളും കൊണ്ടുവന്നാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ തന്നെയാണ് ഇപ്പോൾ യുവജനങ്ങളെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. നേതാക്കൾ പുതിയ ഒരു നേതൃനിര എത്തുമ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പാർട്ടിക്കകത്തും യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തും അതുപോലെ തന്നെ ഇവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSU അടക്കമുള്ളവയിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇതിനോടകം സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ നീണ്ട ഇപ്പോൾ ഒരു 10 വർഷക്കാലം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള വളർച്ച ഏത് തലത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഒരു 3ാം ഘട്ടം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളത് ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് വരണമെങ്കിൽ കോൺഗ്രസിന് നിസ്സാരപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ ഇപ്പോൾ ശബരിനാഥിനെ പോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണുനാഥിനെ പോലുള്ള നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒക്കെ AK ആന്റണിയെ വീട്ടിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ വീട്ടിൽ വന്ന് കണ്ട് ഇപ്പോൾ ഈ ഒരു ചുമതലയേൽക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പിന്തുണ എന്തായാലും പുതിയ നേതൃനിരയ്ക്ക് ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഹൈക്കമാൻഡ് അടക്കമുള്ളവർ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പുതിയൊരു നേതൃനിരയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ അർപ്പണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കണം, അതിൻ്റെ അണികൾക്കും സാധിക്കണം. കാരണം പല പക്ഷങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും പല വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു നേതൃനിര വരുമ്പോൾ അതിനെ എത്രത്തോളം അംഗീകരിക്കാൻ അണികൾക്ക് സാധിക്കും എന്നുള്ള ഒരു വെല്ലുവിളി മുന്നിലുണ്ട്. അവരെ കൂടി അണികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ വിജയം നേടാനായിട്ട് സാധിക്കൂ. റോഷ്നി ആൻഡ് വെങ്കി. ഓക്കെ അരുൺ, നമുക്ക് കാലാവസ്ഥയൊന്നും അറിയണം. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 27-ന് എത്തും. ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടല്ലേ? അപ്പൊ എന്താണ് കാലാവസ്ഥയുടെ അവസ്ഥ? ഇതൊരു വലിയ പ്രതീക്ഷയാണല്ലേ മഴ നേരത്തെ വരുമെന്ന് പറയുന്നത്. ശരിക്കും ഈ മൺസൂൺ 15ഓടുകൂടി ആരംഭിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 27ഓടുകൂടി കാലവർഷം ആരംഭിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിലവിൽ. അതിലൊരു മാറ്റം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 27-ന് ആരംഭിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ പോകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തിട്ടുണ്ട്. എന്തായാലും കാലവർഷം എന്തായാലും ഈ വർഷം ഈ മാസം ആരംഭിക്കുന്നുണ്ട്. ഈ 15-ാം തീയതി ആരംഭിക്കുമെന്നുള്ളൊരു ആശങ്ക നേരത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ഒരു ആശ്വാസം
മുന്നറിയിപ്പുണ്ട്. 27 നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ദിവസം മുന്നോട്ട് വരികയാണെങ്കിൽ 23-നെങ്കിലും കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇന്ന് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് മഴ അലർട്ടുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ഒരു താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 11 ജില്ലകളിൽ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പുണ്ട്. അതിൽ തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴിച്ച് ബാക്കിയുള്ള ജില്ലകളിലാണ് 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓക്കെ അരുൺ.